മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുത്തു. ഭാരവാഹികൾ നേതൃത്വം നൽകി. മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുക്കൽ നടന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആറ്റം ബോംബ് വർഷിച്ചുണ്ടായ ദുരന്തങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ വ്യത്യസ്തമായ ചടങ്ങുകളാണ് നടന്നത്. അമേരിക്കയ്ക്ക് യുദ്ധോപകരണങ്ങൾ വീണ്ടും വിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ വാങ്ങിച്ച രാജ്യക്കാർ വീണ്ടും യുദ്ധോപകരണം വാങ്ങണം. അത് വാങ്ങിക്കാൻ വേണ്ടി അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഓരോ സ്ഥലത്ത് പോയി യുദ്ധം ഉണ്ടാക്കും. പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീണ്ടും വരെ കൊണ്ട് യുദ്ധോപകരണങ്ങൾ വാങ്ങും. അങ്ങനെയുള്ള പരിപാടിയാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ യുദ്ധം കാരണവശാൽ നല്ലതല്ല. അപ്പൊ ഈ ജപ്പാനിൽ ബോംബിട്ടപ്പോൾ പറഞ്ഞല്ലോ, അവിടുത്തെ കുട്ടികളെ ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരും മരിക്കുന്ന അവസ്ഥയുണ്ട്. കുറെ പേര് രക്ഷപ്പെട്ടു. കുറെ ഇപ്പം ബോംബ് വീണെങ്കിൽ കുറച്ച് ദൂരെയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെയാണ്ട് ഒരു 1-2 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് സഡാക്കോ സസി എന്ന് പറഞ്ഞൊരു കുട്ടി. ആ കുട്ടിക്ക് മാരകമായ പൊള്ളൽ വരും. ആ കുട്ടിക്ക് അന്ന് 2 വയസ്സേ പ്രായമുള്ളൂ. എത്ര വയസ്സാണ്? വീട്ടിലിരിക്കുന്നതിന് ഏറ്റവും പ്രായം കുറഞ്ഞത് മോനാണ്. മോൻ എത്ര വയസ്സുണ്ടെന്ന് അറിയാം. അപ്പൊ അതിന്റെ പേരെന്തായിരുന്നു? ആ കുഞ്ഞിന്റെ പേര് സഡാക്കോ സസക്കി. അപ്പൊ ഈ സഡാക്കോ ഈ ബോംബ് വീണതെന്ന് 2 അകലെയുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. പക്ഷെ ഇതിന്റെ വികിരണങ്ങളേറ്റും പ്രശ്നങ്ങൾ കൊണ്ടും ആരോഗ്യപരമായ പ്രശ്നമുണ്ടായി. ഏറ്റവും പ്രധാന പ്രശ്നം ക്യാൻസർ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞൊരു 10-11 വയസ്സായപ്പോഴത്തേനും ക്യാൻസർ കൂടി. 11 വയസ്സെന്ന് പറയുമ്പോൾ എത്ര ക്ലാസ് പിടിക്കുകയായിരിക്കും? ആറ്റം ബോംബിൽ നിന്നും ഏറ്റ വികിരണം മൂലം ക്യാൻസർ ബാധിച്ചു മരിച്ച സഡാക്കോ സസാക്കിയുടെ പേരിലുള്ള സഡാക്കോ കൊക്കുകൾ ബാലവേദി കൂട്ടുകാർ നിർമ്മിച്ചു. തുടർന്ന് ലോകത്ത് ശാശ്വത സമാധാനം ഉണ്ടാക്കുന്നതിന് യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുക്കൽ നടത്തുകയായിരുന്നു. പരിപാടികൾക്ക് ജയകൃഷ്ണൻ ജി, ശിവപ്രസാദ് പുലരി, ശ്രീകുമാർ TS, LP സത്യപ്രകാശ്, വീണ രാജീവ് എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, മാന്നാർ.